ഇതാണ് അടുത്ത വാഷ് ബേസിന് വരുന്നത്. അതിൻ്റെ അകത്തും ഒരേപോലെ കളർ ഒഴിച്ചു. ഇതൊക്കെ ചെയ്യുന്നത് ഓരോ മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏതെന്നാണ് ലീക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അതിൽ നോക്കുമ്പോൾ ട്രാപ്പിൻ്റെ അകത്തേക്ക് കളർ വെള്ളം വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് ഫ്ലോർ ട്രാപ്പിൻ്റെ അകത്തേക്ക്, ഗ്രേറ്റിങ്സിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ അകത്തും ഒഴിച്ചു. ഇതൊക്കെ പറഞ്ഞ പോലെ നേരത്തെ പോലെ പിന്നെ ഓരോരോ മണിക്കൂർ ഇടവിട്ടിട്ടാണ് വയ്ക്കുന്നത്. വീഡിയോ എടുത്തതിനെ കൊണ്ട് പെട്ടെന്ന് ആക്കിയതാണെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വെച്ചു. പിന്നെ അതിൻ്റെ അകത്ത് ശേഖരിച്ച വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എവിടെ നമ്മൾ ചെയ്തിട്ടും വെള്ളത്തിൻ്റെ അകത്തൊന്നും ഒരു കളറിൻ്റെ അംശമോ കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മളെ വാട്ടർ ലൈനിന്നോ അതുപോലെ തന്നെ നമ്മൾ പ്ലംബിങ്ങിൻ്റെ ലൈനിൽ നിന്ന് വന്നതല്ല. ഈ ശേഖരിച്ച വെള്ളങ്ങളാണ് ഇതൊക്കെ, ഓരോ 3 ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമ്പർ ഇട്ട് വെച്ചാൽ നോക്കും വെള്ളത്തിനൊന്നും ഒരു കളർ മാറ്റവും ഇല്ല. ഓക്കെ, അങ്ങനെ അത് ഒരു ദിവസത്തെ ടെസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മാൾ ടീം പറഞ്ഞത് 2 ദിവസം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിറ്റേത്തെ ദിവസം വന്നു, കുറച്ചും കൂടി കളറിൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടി കൂട്ടിയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടെസ്റ്റിംഗാണ് ഈ കാണുന്നത്. അപ്പോൾ അതും ഫസ്റ്റ് തന്നെ സിങ്കിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വാഷ് ബേസിൻ്റെ അകത്തേക്ക് എല്ലാ വാഷ് ബേസിൻ്റെ അകത്തേക്ക് വയ്ക്കാൻ പോയി. ആ വാഷ് ബേസിൻ്റെ അകത്തും ഒഴിച്ചു. ഇത് നമ്മൾ കളർ കൂട്ടിയിട്ടാണ് കേട്ടോ വയ്ക്കുന്നതെന്ന്. അപ്പോൾ വാഷ് ബേസിൻ്റെ അകത്തും ഒഴിച്ചു. അപ്പോൾ